പ്രിയപ്പെട്ടവരെ, ഹയർ സെക്കൻഡറി രണ്ടാം വർഷത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഏറെക്കുറെ പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചത് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ഐഡിയാസാണ്. ഈ ഐഡിയയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ് മിക്കവാറും നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായും നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, ആ ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് പ്രധാനമായും 13 ചാപ്റ്റേഴ്സാണ് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത്. ഇപ്പം ഞാൻ ഈ 13 ചാപ്റ്റേഴ്സും ഒരുപക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഓർഡറിലായിരിക്കണമെന്നില്ല, ഞാൻ ഈ 13 ചാപ്റ്റേഴ്സും ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് വൺ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പ്ലസ് വണ്ണിൽ പഠിച്ച് കഴിഞ്ഞ ചാപ്റ്ററാണ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. സെറ്റ്സിന് തുടർച്ചയായി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റ്സിൻ്റെയും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെയും തുടർച്ചയായി വരുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നാണ് നമ്മുടെ സെക്കൻഡ് ഇയർ ചാപ്റ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഈ ചാപ്റ്ററിൻ്റെ തുടർച്ചയായി വരുന്ന ചാപ്റ്റേഴ്സാണ്. നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്ററിൽ ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫങ്ഷൻസിൻ്റെ ഐഡിയ വെച്ചുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെയാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുക, ആ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ തന്നെ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. തേർഡ് ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയാണ്. ഈ ചാപ്റ്റർ ഏറെക്കുറെ നിങ്ങൾക്ക് പുതുമയുള്ള ചാപ്റ്റർ ആയിരിക്കും. എന്നാലും നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചൊരു ചാപ്റ്ററിന് തുടർച്ചയായി വരുന്ന ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിൽ നിങ്ങൾ ലിമിറ്റ്സും ഡെറിവേറ്റീവ്സും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി ഹയർ ഫോമാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ 3 ചാപ്റ്റേഴ്സും ഡിപ്പെൻഡൻറ്റ് ചാപ്റ്റേഴ്സാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞാൽ ഫോർത്ത് ചാപ്റ്റർ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. നമ്മൾ ഈ തേർഡ് ചാപ്റ്റർ ഡെറിവേറ്റീവിനെ കുറിച്ച് പഠിക്കുന്നു, ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡെറിവേറ്റീവ് നമ്മൾ ഏതൊക്കെ മേഖലകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അതാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ 4 ചാപ്റ്ററും ഡിപ്പെൻഡൻറ്റ് ചാപ്റ്റേഴ്സാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ, ഫിഫ്ത്ത് വൺ, ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ നമുക്ക് പഠിക്കണമെങ്കിൽ ഡിഫറൻസിയേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിഫറൻസിയേഷൻ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സൊക്കെ കണക്റ്റഡ് ചാപ്റ്റേഴ്സാണ്. സിക്സ്ത് ചാപ്റ്റർ, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് പഠിക്കാൻ പറ്റണമെങ്കിൽ ഈ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ സെവൻത്ത് ചാപ്റ്റർ, അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മീൻസ് ഇക്വേഷൻസ് ഇൻവോൾവിങ് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ കോയിഫിഷ്യൻസ്. ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇക്വേഷൻസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ്റെ സൊല്യൂഷനെ പറ്റി നമുക്ക് പറയണം, എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് പഠിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ നമുക്ക് അറിയണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റൂ. ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്ത ഫസ്റ്റ് 7 ചാപ്റ്റേഴ്സ്. ഇനി ഈ ചാപ്റ്റേഴ്സൊക്കെ വരുന്ന മാത്തമാറ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ നമുക്ക്
കാൽക്കുലസ് എന്ന് വിളിക്കാം. കാൽക്കുലസ്. നമ്മൾ ഓൾജിബ്ര, ജോമെട്രി എന്നൊക്കെ പറയുന്നത് പോലെ മാത്തമാറ്റിക്സിലെ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലുള്ള പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ് ഈ 7 ചാപ്റ്റേഴ്സ്. ഈ 7 ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ ഒന്ന് 8th ചാപ്റ്റർ. അത് മെട്രിസസ് ആണ്. മെട്രിസസ് ഒരു ഇൻഡിപെൻഡൻറ്റ് ചാപ്റ്ററാണ്. നമുക്ക് ആ ചാപ്റ്റർ കുറച്ചുകൂടി എളുപ്പത്തിൽ, ഒരുപക്ഷെ സെക്കൻഡ് ഇയറിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും മെട്രിസസ്. 9th വൺ ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസ് മെട്രിസസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഡിറ്റർമിനൻസ്. അപ്പോൾ മെട്രിസസും ഡിറ്റർമിനൻസും റിലേറ്റഡ് ചാപ്റ്റേഴ്സാണ്. അതും ഏറെക്കുറെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണ് ഡിറ്റർമിനൻസ്. 10th വൺ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നേരത്തെ +1 പഠിച്ച ചാപ്റ്ററാണ്. പക്ഷേ +1 വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഏറ്റവും ബേസിക്കായുള്ള കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിനേക്കാൾ കുറച്ചുകൂടി ഹയർ ഫോമിലേക്ക് നമ്മൾ പ്രോബബിലിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ നേരത്തെ ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ +1 പഠിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഹയർ ഫോമിലേക്ക് നമ്മളതിനെ കൊണ്ടുവരുന്നു. അതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ചാപ്റ്ററാണ്. പിന്നെയുള്ളത് 12th ചാപ്റ്റർ, ദറ്റ് ഈസ് വെക്ടർ ഓൾജിബ്ര. ഈ ചാപ്റ്റർ ഒരു പ്യുവർ മാത്തമാറ്റിക്സ് ചാപ്റ്ററാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. മാത്തമാറ്റിക്സും ഫിസിക്സും കോറിലേറ്റ് ചെയ്ത ഒരു ചാപ്റ്ററാണ് വെക്ടർ ഓൾജിബ്ര. നിങ്ങൾ വെക്ടേഴ്സൊക്കെ നേരത്തെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസൊക്കെയാണ് നമ്മൾ വെക്ടർ ഓൾജിബ്രയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വെക്ടർ ഓൾജിബ്ര കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ, ദറ്റ് ഈസ് 3 ഡയമെൻഷണൽ ജോമെട്രി. വെക്ടർ ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. നിങ്ങൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി അവിടെ പഠിച്ചിട്ടുണ്ട് +1. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഹയർ ഫോമാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. ഈ 12th ചാപ്റ്ററും 13th ചാപ്റ്ററും റിലേറ്റഡ് ചാപ്റ്റേഴ്സാണ്. 8th ചാപ്റ്ററും 9th ചാപ്റ്ററും റിലേറ്റഡ് ചാപ്റ്റേഴ്സാണ്. പ്രോബബിലിറ്റി ഒരു ഇൻഡിപെൻഡൻറ്റ് ചാപ്റ്ററാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് ചാപ്റ്ററാണ്. ഇതാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സാണ് സെക്കൻഡ് ഇയറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാൽക്കുലസ് ഏരിയയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഈ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിന് 2 പാർട്ടാണുള്ളത്. ഒന്ന് റിലേഷൻസ് ആണ്, മറ്റൊന്ന് ഫങ്ഷൻസ് ആണ്. നമുക്ക് ആദ്യം റിലേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അത് കടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു +1 നമ്മൾ സെറ്റ്സ് പഠിച്ചിട്ടുണ്ട്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെയാണ്, ആ ഒരു പ്രീവിയസ് നോളജിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്കും കടക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് സെറ്റ്സ് നമുക്കറിയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് നമ്മൾ പഠിച്ചു. സെറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സെറ്റ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയിൽ നമ്മളവിടെ എത്തി നിൽക്കുന്നുണ്ട്. അത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് ആയിരുന്നു. എന്തായിരുന്നു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ്? നമുക്ക് എങ്ങനെയാണ് 2 സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും? നമുക്കറിയാം. ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് പറയാം. കാരണം ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്നാണ് നമ്മൾ റിലേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 സെറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് A ഈക്വൽ ടു സെറ്റ് 1, 2, 3, B ഈക്വൽ ടു സെറ്റ് 3, 4. 2 സെറ്റ്, സിമ്പിളായിട്ട് 2 സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യും. നമുക്ക് ഈ 2 സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് ഈസ് എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഓർഡേർഡ് പെയർസ്. അപ്പോൾ 2 സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റാണ്.
ആ സെറ്റിലുള്ള എലമെൻറ്റുകൾ ഓർഡേർഡ് പെയർ ഫോമിലായിരിക്കും. അപ്പോൾ ഞാൻ എയും ബിയും തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എയും ബിയും തമ്മിലുണ്ടാക്കുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യും, എ ക്രോസ് ബി എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ആ സെറ്റിലുള്ള എലമെൻറ്റുകൾ ഓർഡേർഡ് പെയർ ഫോമിലായിരിക്കണം. ഇനി ആ ഓർഡേർഡ് പെയറിലെ എലമെൻറ്റുകൾ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ക്രോസ് ബി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് എയിലും സെക്കൻഡ് എലമെൻറ്റ് ബിയിലും ഉണ്ടാവണം. അങ്ങനെ ഫസ്റ്റ് എലമെൻറ്റ് എയിലും സെക്കൻഡ് എലമെൻറ്റ് ബിയിലും ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷൻ സെറ്റിനെ നമുക്ക് എ ക്രോസ് ബി എന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1 3 1 4 2 3 2 4 3 3 ആൻഡ് 3 4. ഈ സെറ്റിനെയാണ് നമ്മൾ എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റായി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് രണ്ട് സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനി നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബിക്ക് പകരം ബി ക്രോസ് എ എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ അതും ഒരു സെറ്റാണ്. ആ സെറ്റിലുള്ള എലമെൻറ്റുകൾ ഓർഡേർഡ് പെയർ ഫോമിലായിരിക്കും. ആ ഓർഡേർഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് ബിയിലും സെക്കൻഡ് എലമെൻറ്റ് എയിലും ഉണ്ടാവണം. അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ബിയിലും സെക്കൻഡ് എലമെൻറ്റ് എയിലും ഉണ്ടാവുന്ന സെറ്റ് ഓർഡേർഡ് പെയർ 3 1, ഓർഡേർഡ് പെയർ 3 2, ഓർഡേർഡ് പെയർ 3 3, ഓർഡേർഡ് പെയർ 4 1, ഓർഡേർഡ് പെയർ 4 2 ആൻഡ് ഓർഡേർഡ് പെയർ 4 3. ഇതാണ് ബി ക്രോസ് എ എന്ന് പറയുന്ന സെറ്റ്. ഈ രണ്ട് സെറ്റിനും കുറേയേറെ പ്രത്യേകതകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് സെറ്റിനെ ജനറലായി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, രണ്ട് സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് നമുക്ക് ജനറലായി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അത് പറയുമ്പോൾ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റ് ഒരു സെറ്റാണ്. ആ സെറ്റിലുള്ള എലമെൻറ്റുകൾ ഓർഡേർഡ് പെയറാണ്. ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് എയിലും സെക്കൻഡ് എലമെൻറ്റ് ബിയിലും ഉണ്ട്. അതാണ് എ ക്രോസ് ബി. ഓക്കെ, നമുക്കിതിനെ ജനറലായി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഈ രണ്ട് സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ രണ്ട് തരത്തിൽ ഞാൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് കൂടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻസിലേക്ക് കടക്കാം. അതിന് ഫസ്റ്റ് പ്രോപ്പർട്ടി ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം. ഫസ്റ്റ് വൺ ഈസ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ല. എപ്പോഴാണ് ടു സെറ്റ്സ് ഈക്വൽ ആവുക? ടു സെറ്റ്സ് ഈക്വൽ ആവണമെങ്കിൽ ആ സെറ്റ്സിലുള്ള എലമെൻറ്റുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എലമെൻറ്റുകൾ ഈക്വൽ അല്ലല്ലോ. ഓർഡർ പെയർ 1 3 ഓർഡർ പെയർ 3 1 ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് ഈ രണ്ട് സെറ്റും ഈക്വൽ അല്ല. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആവാം ഒരു കേസിൽ മാത്രം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് ഈക്വൽ ടു ബി. ഈ ടു സെറ്റ്സ് ഈക്വൽ ആണെങ്കിൽ ആ കേസിൽ മാത്രം നമുക്ക് എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വലായി കിട്ടും. അല്ലാത്ത ഒരു കേസിലും എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ല. ദെൻ തേർഡ് വൺ ഈസ് നമ്പർ ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബി ക്രോസ് എ. എ ക്രോസ് ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണവും ബി ക്രോസ് എയിലെ എലമെൻറ്റുകളുടെ എണ്ണവും ഈക്വൽ ആണ്. ദെൻ ഫോർത്ത് വൺ, നമ്പർ ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. എ ക്രോസ് ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം എയിലെയും ബിയിലെയും എലമെൻറ്റുകളുടെ എണ്ണത്തിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. ഇവിടെ നോക്കൂ, 3 elements, 2 elements, 3 into 2 6. ഇവിടെ 1 2 3 4 5 6. That is number of A cross B is equal to number of A into number of B. ഓക്കെ, ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുന്ന ഐഡിയ. നമ്മൾ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്നാണ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് റിലേഷൻസ് നമുക്ക് പറയണം. എങ്ങനെയാണ് റിലേഷൻസ് ഫോം ചെയ്യുന്നത് നമുക്ക് പറയണം. റിലേഷൻസിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് നമുക്ക് പറയണം. ഇതൊക്കെ പറയുന്നത് ഈ ഒരു ബേസിക് ഐഡിയയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പതുക്കെ കടക്കാം. അതുകൊണ്ട്
നമ്മളിന്ന് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒന്ന് പരിചയപ്പെട്ടു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്കുള്ള പ്രധാനപ്പെട്ട ഐഡിയ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നിവിടെ പറയാനുള്ളത്. നമുക്കിന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡേ നമ്മൾ ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ഇയർ ചാപ്റ്ററിലെ കണ്ടൻറ്റിലേക്ക് നമ്മൾ കടക്കും. ഓക്കെ, താങ്ക് യു.